റെക്കോർഡിംഗ് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പം അത് മാത്രം പോരാ, നല്ല ഗൈഡൻസ് വേണമെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് യൂട്യൂബ് വഴിയാണ് എനിക്ക് ഇൻഡസിനെ പറ്റി അറിയാൻ പറ്റിയത്. ഞാൻ ലൈഫ് സയൻസ് ആയിരുന്നില്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വരുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, എനിക്കിത് പറ്റൂ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ആ ഒരു ബേസിക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് കൊണ്ടും നമുക്ക് അത്ര തറവായിട്ട് പഠിപ്പിച്ചു തന്നുകൊണ്ടും പിന്നെ ഇന്റർവ്യൂവിന് എന്തൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുകൊണ്ടും ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ അങ്ങ് മാറി. അനാറ്റമിയുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോടൊക്കെ ചോദിച്ചത്. അതുപോലെ തന്നെ ICD-ക്കകത്തുനിന്നും അത് ചോദിച്ചു. ഞാനൊരു ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ 3 പാസ് ഔട്ട് ബാച്ചിലത്തെ സ്റ്റുഡൻസ് ആണ്. അവർ ഒരു ലൈഫിലത്തെ ഏറ്റവും വലിയൊരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ ഈ കഴിഞ്ഞ പാസ് ഔട്ട് ബാച്ചാണ് ഇവർ. കഴിഞ്ഞു. ഇവരിപ്പോൾ 3 പേരും നോൺ സർട്ടിഫൈഡ് ആണ്, അതും നോൺ ലൈഫ് സയൻസ് സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവർക്ക് ചെന്നൈയിലുള്ള ഒരു കമ്പനിയിൽ അവർ പ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹാപ്പി മൊമെൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അവരുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഓക്കെ, പറയൂ സ്വാതി. എൻ്റെ പേര് സ്വാതി, എൻ്റെ വീട് ആലപ്പുഴയാണ്. അവിടെ നിന്നാണ് ഞാനിവിടെ വന്നിട്ട് മെഡിക്കൽ കോഡിങ് പഠിച്ചത്. BSc ബോട്ടണി കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോഡിങ് പഠിക്കാനായിട്ട് വന്നത്. എൻ്റെ പേര് അർച്ചന, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ഇവിടെ വന്നത്. INDUSൽ പഠിക്കാൻ വന്നത്. ഞാനും BSc ബോട്ടണി കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിഞ്ഞതും ഇവിടെ വന്ന് പഠിക്കാൻ തീരുമാനിച്ചതും. ഓക്കെ, അമൽ. എൻ്റെ പേര് അമൽ, എൻ്റെ വീട് തൃശ്ശൂർ തന്നെയാണ്. ഞാൻ BC ഡിഗ്രി ആയിട്ടാണ് INDUSനെ കുറിച്ച് അറിയുന്നത്. എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു സ്വാതി, അർച്ചന, നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എന്തുകൊണ്ടാണ് ഇൻഡസ് ചൂസ് ചെയ്തത്? എന്തായിരുന്നു നിങ്ങളുടെ ഒരു റീസൺ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ? ഞങ്ങൾ രണ്ടുപേരും BSc ബോട്ടണിയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് കോഴ്സ് ചെയ്യണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിഞ്ഞത്. ആദ്യം ഒരിടത്ത് പഠിക്കാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി റെക്കോർഡ് ക്ലാസ് വെച്ചിട്ട് പഠിക്കാൻ പോയിരുന്നു. റെക്കോർഡ് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പം അത് മാത്രം പോരാ, നല്ല ഗൈഡൻസ് വേണമെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് യൂട്യൂബ് വഴിയാണ് എനിക്ക് ഇൻഡസിനെ പറ്റി അറിയാൻ പറ്റിയത്. അർച്ചനയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരുടെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരേപോലെയാണ് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഓൺലൈനായിട്ട് ഇത് ചൂസ് ചെയ്യാൻ കാരണം നമ്മുടെ ടൈം അനുസരിച്ച് ഇത് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ പറ്റാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇൻഡസിനെ പറ്റി അറിഞ്ഞതും ഇൻഡസിൽ ജോയിൻ ചെയ്യാൻ വന്നതും അതേപോലെ ബേസ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻഡസിൽ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഓൺലൈനായിട്ട് പഠിച്ചിട്ടും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. ലൈഫ് സയൻസ് ഡിഗ്രി ആയിരുന്നിട്ട് കൂടി അല്ലേ? അതെ, എന്താന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ല, കാരണം റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയൊക്കെ അറിയാൻ സാധിച്ചത്. ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, കാരണം ഒരു ജോലി കിട്ടിയതിൽ. അമൽ പറയും, എന്താണ് അമലിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഡിഗ്രി BC ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ഞാൻ ലൈഫ് സയൻസ് ആയിരുന്നില്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വരുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, എനിക്കിത് പറ്റൂ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോഴും അതുപോലെ തന്നെ ഫാക്കൽറ്റി ആയാലും മിസ്സാണെങ്കിലും നല്ല രീതിയിൽ ക്ലാസ് ഇട്ട, എന്താ പറയുക, ബേസ് തൊട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് പറഞ്ഞത്. ഒരു ലൈഫ് സയൻസ് ഡിഗ്രി ഹോൾഡർക്കും നോൺ ലൈഫ് സയൻസ് ആയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയായിരുന്നു? ഇല്ല, നിങ്ങൾക്ക് ഒരേപോലെ തന്നെ ആയിരുന്നില്ലേ? നല്ല രീതിയിലാണ്, എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് തന്നിരുന്നത്. ഓക്കെ, പക്ഷെ ആ തന്ന ബേസിക് കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂവിനും യൂസ് ആയിരുന്നില്ലേ? നമ്മൾ ആ പറഞ്ഞിരുന്നത് കറക്റ്റ്, അതായത് അനാറ്റമി നിങ്ങൾക്ക് യൂസ് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നില്ലേ? ഇന്റർവ്യൂവിന് പോയപ്പോൾ നിങ്ങൾക്ക് ആ ബേസിക്സും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിരുന്നില്ലേ? ഓക്കെ, ഇപ്പൊ എന്നിട്ട് എന്താണ് തോന്നുന്നത്? വീട്ടിലൊക്കെ എല്ലാവർക്കും വിചാരിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? ഇങ്ങനെ ഒരു ഇത്ര പെട്ടെന്ന് അതന്നെ കിട്ടി, നിനക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? നമ്മളിപ്പോൾ ചെന്നൈയിൽ അവിടെ പോയാണ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ ഒരു ടെൻഷൻ? ഉണ്ടാവും നോർമലി, കാരണം കോഴ്സ് കഴിഞ്ഞ് നമ്മളൊരു ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോവാണ്.
പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നമ്മൾ ഇവിടെ നിന്ന് തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോയപ്പോൾ അവരെന്തൊക്കെയാണ് ചോദിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്റർവ്യൂ പറയുകയാണെങ്കിൽ? ഇന്റർവ്യൂ ഫസ്റ്റ് ആയതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പുറത്ത് പോയിട്ടായതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ആ ഒരു ബേസിക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് കൊണ്ടും നമുക്ക് അത്ര തറവായിട്ട് പഠിപ്പിച്ചു തന്നുകൊണ്ടും പിന്നെ ഇന്റർവ്യൂവിന് എന്തൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുകൊണ്ടും ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ അങ്ങ് മാറി. കാരണം നമുക്ക് പരിചയമുള്ളത് മാത്രമാണ് അവർ ചോദിക്കുന്നത്, അതുകൊണ്ട് അത്ര അതിനുശേഷം ടെൻഷൻ തോന്നിയിട്ടില്ല. നല്ലൊരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? എങ്ങനെയായിരുന്നു അർച്ചനയ്ക്ക് ഒരു അനാറ്റമിയുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളോടൊക്കെ ചോദിച്ചത്. അതുപോലെ തന്നെ ICD-ക്കകത്തുനിന്നും അത് ചോദിച്ചു. ബാക്കി എങ്ങനെയാണ് അമലിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്? ഇതന്നെയാണ് അനാറ്റമിയുടെ ബേസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ചോദിച്ചിരുന്നത്. പിന്നെ ICD-യിൽ ഗൈഡ് ലൈൻസ് ചോദിച്ച് എങ്ങനെയാണ് കോഡ് ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇൻഡസിൻ്റെ കൂടെയുള്ള ഒരു ജേർണി? ഇവിടെ നിന്ന് നിങ്ങളുടെ ഫാക്കൽറ്റീസിന് അവരൊരിക്കലും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, നിങ്ങൾ അതേപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെയായിരുന്നു ക്ലാസ് കാര്യങ്ങൾ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ സൈഡിൽ നിന്ന്? മുബീന മാം നിങ്ങൾക്ക് മാം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലാണെങ്കിലും വേറെ ക്ലാസ്സിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിലും നമ്മുടെ മാം അത്ര മാത്രം ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ മാം കൊണ്ട് നടന്നിട്ടുണ്ട്. മാമിൻ്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിലാണെങ്കിലും ക്ലാസ്സിൻ്റെ ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് അതേപോലെ എങ്ങനെയായിരുന്നു ഫാക്കൽറ്റീസിൻ്റെ സൈഡിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അത് ഫാക്കൽറ്റിയുടെ സൈഡിലാണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് സുരൈ മാമാണ്. മാമിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ മുബീന മാമിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാ സ്റ്റുഡൻസുമായിട്ടും ഡയറക്റ്റ് മാം കോണ്ടാക്ട് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും തിരക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മാം ഞങ്ങളെ പഠിപ്പിച്ച മാം ആണെങ്കിലും നല്ല രീതിയിൽ ബേസിക് ആയിട്ട് തൊട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും? അതെ, ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടും ഇപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞും മാമും നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ HR-ഉം ഞങ്ങളെ പഠിപ്പിച്ച മിസ്സുമാരാണെന്ന് പറഞ്ഞാലും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നിട്ടുള്ളത്. നിനക്കും ആ ഒരു പേടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കരിയർ സെറ്റായ ഒരു ടൈമാണ്. ഓക്കെ, നമ്മൾ ഡിഗ്രി ജസ്റ്റ് പഠിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോഴേക്കും നമുക്കിങ്ങനൊരു എന്താണ് നിങ്ങളുടെ ഒരു ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹാപ്പിയാണ്. വീട്ടിലൊക്കെ എന്ത് പറയുന്നു? അവര് എല്ലാവർക്കും സന്തോഷമാണ്, ജോലി കിട്ടിയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയായാലും സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും നമുക്ക് മെയിനായിട്ടുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ നന്നായി പെർഫോം ചെയ്യും തോറും നമുക്ക് സത്യം പറഞ്ഞാൽ ആ കമ്പനിയിലത്തെ HR നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ നല്ല അഭിപ്രായം തന്നെയാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അറ്റൻഡ് ചെയ്ത കുട്ടികളെല്ലാവരും ഒരു അറൗണ്ട് ഒരു 15 ക്വസ്റ്റ്യൻസോളം അവർ ചോദിച്ചിരുന്നു അല്ലേ? ഈ ക്വസ്റ്റ്യൻസിന് ഇവർ ആ ഫുൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞ കുട്ടികളാണ്. വേറെ അവർ പറയുന്നു ഒരുപാട് സ്ഥലത്തുനിന്ന് വേറെ വരുന്ന കുട്ടികളുണ്ട്, പക്ഷെ നമ്മുടെ കുട്ടികളെ കുറിച്ച് അവർ എടുത്തു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ HR എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞിരുന്നു, നിങ്ങൾ ഓരോരുത്തരും അത്രയും നന്നായി തന്നെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത്, അതായത് കറക്റ്റ് നിങ്ങളും ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എടുത്തു. പറയുകയാണെങ്കിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകാമായിരുന്നു. പക്ഷെ നിങ്ങളും ആ ഒരു സെയിം നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളും തിരിച്ച് പഠിച്ച് അപ്ഡേറ്റ് ആയിട്ട് തന്നെ. ഓക്കെ, പറയുമ്പോൾ ഇവർ ഇപ്പോൾ അമലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അമലൊരു നോൺ ലൈഫ് സയൻസ് ആയിരുന്നിട്ട് കൂടി അവൻ്റെ ക്ലാസ്സിലത്തെ ടോപ്പർ അമലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അമൽ നിനക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? പക്ഷേ ഒരു നോർമലായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ്, ലൈക്ക് നമുക്ക് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നിട്ട് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചു, നല്ല മാർക്കോട് കൂടി തന്നെയാണ് നിനക്ക് എല്ലാ എക്സാംസും എഴുതാൻ പറ്റിയിട്ടുള്ളത്. അപ്പോഴൊക്കെ നിനക്ക് എങ്ങനെയാണ് പഠിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ക്ലാസ് തന്നു, നിങ്ങളും കൂടി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് എന്തായാലും ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ ചേരുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിനൊക്കെ പറ്റുന്നുള്ളത്. ലൈസൻസ് ആയിരുന്നില്ലല്ലോ, അപ്പോൾ ഇത്ര നന്നായി പഠിക്കാനും എല്ലാവർക്കും പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിസ്സിന്റെ സപ്പോർട്ടും നിങ്ങളെ മാം കറക്റ്റ് എല്ലാത്തിനും കൂടെ നിന്ന് ഡൗട്ട്സ് ഒക്കെ ഉള്ളതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് തന്നെയല്ലേ പോയിരുന്നത്? പറയാറുണ്ട് പഠിച്ചോളാം.
ഓക്കെ. കാരണം നമുക്ക് ആദ്യമേ ഒരു പേടി ഉണ്ടാവും. ഇതൊരു എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഇത്ര ഓപ്പൺ ബുക്കാണ്. ഓക്കെ, നമുക്കൊരു പേടിയാണ്. നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പേടി ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ നോൺ ലൈഫ് സയൻസ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, നമുക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും വേണോ എന്നുള്ളത് നോർമലി എല്ലാ കുട്ടികൾക്കും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതും ഓർത്ത് ആ ഒരു പേടിയിൽ ബാക്കിലേക്ക് മാറി നിൽക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു കോൺഫിഡൻസിൻ്റെ മേലെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ക്ലിയർ ആയില്ലേ? നമ്മൾ കറക്റ്റ് ക്ലാസ് കിട്ടിയാൽ തന്നെയല്ലേ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? കറക്റ്റ് ക്ലാസ് കിട്ടി, അതിൻ്റെ കൂടെ നിങ്ങളും കൂടി എഫേർട്ട് ഇട്ടപ്പോൾ നമുക്കതിൽ നിന്ന് ആക്ച്വലി നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. നമുക്ക് കോഴ്സ് കഴിഞ്ഞ് 3.5 months കഴിഞ്ഞ് ഇപ്പോൾ 1 month പോലും ആയിട്ടില്ലല്ലോ, 1 month പോലും ആയിട്ടില്ല ഒരു കോഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മളൊരു നല്ല പൊസിഷനിൽ എത്തി. ഓക്കെ, അപ്പോൾ നിങ്ങളിനി അതിലെന്തായാലും നല്ല ഹൈറ്റ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ നന്നായി തന്നെ ചെയ്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ സന്തോഷമാണ് നിങ്ങളെ ഈ ഒരു, കാരണം നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു. ഇവർക്കും ദൂരെ നിന്ന് വരുന്നു, പക്ഷെ നമ്മളിവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നില്ലേ? അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. എക്സ്പീരിയൻസ് ആയിട്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കമ്പനി തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടിയ പ്ലാറ്റ്ഫോമിനെ നന്നായി യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അതായത് ഇവർ സർട്ടിഫൈഡും അല്ല. ഓക്കെ, സർട്ടിഫൈഡ് ആവുന്നതിന് മുൻപാണ് ഇവർക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സർട്ടിഫൈഡ് ആവുന്ന കാര്യങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചറിന് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അവിടെ പോയാലും എങ്ങനെയാണ് എന്താണെന്നുള്ളതെല്ലാം നമ്മളോട് പറയാം. നമുക്ക് ആ ഒരു കോണ്ടാക്റ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.